എന്റെ ബണ്ണി, പാർട്ടിയുടെ ഒരുക്കങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷേ വിഷമമുണ്ട്. കിറ്റി 2 ദിവസത്തിനകത്ത് ഇവിടെ നിന്ന് ഷിഫ്റ്റ് ആവും. നമ്മുടെ കിറ്റി ഇനി നമുക്ക് കാണാൻ കഴിയില്ലല്ലോ കൂട്ടുകാരെ. ലോങ് ഷോട്ടിൽ പോകും അവൾ. ഞാൻ റിപ്പോർട്ടർ സ്വീറ്റി, ക്യാമറ പേഴ്സൺ പിങ്കിയോടൊപ്പം വളരെ സങ്കടത്തിലാണ്. എല്ലാവർക്കും സങ്കടമുണ്ട്, പക്ഷെ ആരും കിറ്റിയുടെ മുമ്പിൽ വെച്ച് കരയരുത്. കരഞ്ഞാൽ അവൾക്കത് സങ്കടമാവും. സംശയമുണ്ടോ? വൗ ബണി, വലിയ ഗ്രാൻഡ് പാർട്ടിയാണല്ലോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ 4 പേരും ചേർന്ന് ചെയ്തതാ. എന്റെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇതിനെ കഴിഞ്ഞ് നല്ല ബെസ്റ്റ് അറേഞ്ച്മെന്റ് ചെയ്തേനെ. സണി, ഇതും ബെസ്റ്റ് അറേഞ്ച്മെന്റ് തന്നെയാ. ഇങ്ങനെ വെറുതെ നോക്കി നിൽക്കലേ ഉള്ളോ അതോ തിന്നാനും കുടിക്കാനും വല്ലത് കിട്ടുമോ ഇവിടെ? കിട്ടുമല്ലോ. കിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു ഞങ്ങളെല്ലാരും. ഇനി നമുക്ക് ഏതായാലും പാർട്ടി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കേ, അടുത്ത ഗെയിം വളരെ രസകരമാണ്. ഞാൻ ഈ വീട്ടിൽ കുറെ ബോക്സുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാവരും ബോക്സ് അന്വേഷിച്ചെടുക്കണം. ആരുടെ ബോക്സിലാണ് കിറ്റിയുടെ ഗിഫ്റ്റ് ഉള്ളതെന്ന് നോക്കാം. 1 2 3. നിങ്ങളിത് വെച്ചോളൂ, ഞാൻ വേറൊന്ന് നോക്കിയെടുത്തോളാം. നീ ഇവിടെ എന്ത് തപ്പി നോക്കുകടാ? ആ ഗിഫ്റ്റ് ഇരിക്കുന്ന ബോക്സ്. എടാ മരക്കരുത്, ബാത്റൂമിൽ ആരെങ്കിലും ഗിഫ്റ്റ് ഒളിപ്പിക്കുവോ? ഒരേക്ക് പുറത്തേക്ക് പോടാ. പെട്ടെന്നാവട്ടെ. ഞാനാ കണ്ടുപിടിച്ചത്. അല്ല ഭായ്, താൻ എന്താ പറഞ്ഞേ? ഞാനാ കണ്ടുപിടിച്ചത്. ചേട്ടന് വേണ്ടി ഞാനാ കണ്ടുപിടിച്ചത്. നീ എന്താ കൊണ്ടുവന്നിരിക്കുന്നേ? ബോക്സ് ആണ്. ചിലപ്പോ ഇതിലുണ്ടാവും സർപ്രൈസ് ഗിഫ്റ്റ്. എടാ കഴുതേ, ബണ്ണി ഒളിപ്പിച്ചു വെച്ചിരുന്ന റെഡ് ബോക്സ് ഇല്ലേ, അതിനകത്താണ് ഗിഫ്റ്റ് ഉണ്ടായിരുന്നത്. കിറ്റി, നീ ഇനി ഓരോ ബോക്സുകളായിട്ട് തുറന്നു നോക്ക്. എന്ത് വൃത്തികെട്ട ഗിഫ്റ്റ് ആയത്. എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് വിലപിടിപ്പുള്ള ഗിഫ്റ്റ് ഞാൻ വാങ്ങിച്ചു കൊടുത്തേനെ. വിട്ട് കളയടാ, ഇന്ന് അവളുടെ ഫെയർവെൽ പാർട്ടിയാണ്. അവളുടെ മൂഡ് നമ്മൾ നശിപ്പിക്കണ്ട. കിറ്റി, നിനക്കിപ്പോ ഒരുപാട് സന്തോഷായില്ലേ? അതെ, എനിക്ക് ഒരുപാട് സന്തോഷായി. ചേട്ടാ, ഈ ആപ്പിളിന് എന്താണ് വില? ഇത് നല്ല 1-ാം തരം കാശ്മീരി ആപ്പിളാ. കിലോയ്ക്ക് 200 രൂപയാ. ഇവിടെ ഭയങ്കര വില കൂടുതലാണല്ലോ. ചിരിച്ചോണ്ട് പറയാൻ എന്താ ഉള്ളത്? അയ്യോ, എല്ലാരും മാറിക്കോ, വണ്ടിയുടെ ബ്രേക്ക് പോയിരിക്കാണ്. ഇവർ രണ്ടിനും വീണ് എല്ലാ തണ്ണിമത്തനും പൊട്ടിച്ചു കളഞ്ഞു. നീ ഞാൻ വീണതിനാണോ ചിരിച്ചത്? എല്ലാരും മാറിക്കല്ലോ പറഞ്ഞല്ലേ? രണ്ടിനും കൂടിയാ. എനിക്ക് 2 കാര്യത്തിലും വിഷമമുണ്ട്. അത് ശരി. അപ്പൊ ഞാൻ വീണതിലല്ലേ നീ കരഞ്ഞത്? വാ, നിന്നെ ഞാൻ നന്നായിട്ട് കരയിപ്പിക്കാം. ഇവൻ കഴുതയാണെങ്കിലും ഞങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്താണ്. എന്താടാ കണി, നിനക്ക് വട്ടായോ? നാട്ടുകാർക്ക് അപകടം പറ്റുമ്പോ നീ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത്? ഏത് സാഹചര്യമാണെങ്കിലും നമ്മൾ നന്നായിട്ട് ചിരിച്ചോണ്ടിരിക്കണം. ഇവൻ നാട്ടുകാരെ നോക്കി ഇങ്ങനെ ചിരിക്കാൻ തുടങ്ങിയ നമ്മളുടെ അവസ്ഥ മിക്കവാറും കരച്ചിലിന്റെ വക്കിലെത്തും. സംശയമുണ്ടോ? ഹണി, നീ മിണ്ടാതെ വീട്ടിൽ പോയിക്കോ. ഇനി ചിരിക്കരുത്. എന്റെ പപ്പു, നീ എന്തിനാണ് എനിക്ക് എപ്പോഴും ഇങ്ങനെ ഓർഡർ ചെയ്തത്? ചപ്ര തലയാ. എടാ, നിന്റെ സംശയം പിന്നെ തീർക്കാം. ഇപ്പൊ നമുക്കവനെ വേഗം പൊക്കാം.
രക്ഷിക്കണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ. ഏയ് ഈ കുട്ടിയെ വിട്, കുട്ടിയെ വിട്. തന്നാലുണ്ടല്ലോ ടപ്പൂനെ നീ ടപ്പേന്ന് അടിക്കും അല്ലേടാ. എന്നാ വാ, ഞാൻ നിന്നെ അടിക്കാം. അവൻ എന്നെ അടിച്ചടാ. നീ എന്നെ അടിക്കാതെ അവനെ പോയി പിടിക്ക്, വേഗം പിടിക്ക്. പിടിച്ചോ. പണ്ണി, ഇവര് ഞങ്ങളെ kidnap ചെയ്ത് കൊണ്ടുപോവാ. ഐഡിയ നമ്പർ 2. എനിക്ക് ഈ ചെറിയ ഷാർക്സിനോട് സംസാരിക്കാനുണ്ട്. പറഞ്ഞു കഴിഞ്ഞു, ഇനി പോയിക്കോ. അതിന് നിങ്ങളാരും എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. എടോ ഷാർക്കാലെ, ആരുടെ കൂടെ കളിക്കുന്നത്? ഇവൻ പകുതി ഷാർക്കും പകുതി കഴുതയുമാണ്. വരൂ കൂട്ടുകാരാ, വരൂ. നമുക്ക് താഴേക്ക് പോകാം. എന്നിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം നമ്മൾ ശരിക്കും പ്ലേയേഴ്സ് ആണെന്ന്. ആ പൈപ്പ് കൊണ്ട് എന്താണ് ഗുണം പണി? നീയല്ലേ പറഞ്ഞത് ഈ കൺഫ്യൂഷൻസ് മൊത്തം ആ കോസ്റ്റ്യൂം കാരണം ഉണ്ടായതെന്ന്? ഇനി കോസ്റ്റ്യൂമും ഉണ്ടാവില്ല, കൺഫ്യൂഷനും ഉണ്ടാവില്ല. എങ്ങനെ? ഹണി വെള്ളത്തിനടിയിൽ പോകുന്നതോറും പൈപ്പിലൂടെ വെള്ളം കോസ്റ്റ്യൂമിനകത്തേക്ക് കയറിക്കൊണ്ടിരിക്കും. പിന്നെ പ്രഷർ കൊണ്ട് കോസ്റ്റ്യൂം പൊട്ടിത്തെറിക്കും. അടിപൊളി ഐഡിയ. ഇടയ്ക്ക് എനിക്ക് പോലും സംശയം വരാറുണ്ട്, നീ ഹണിയുടെ അനിയൻ തന്നെയാണോ എന്ന്. നീ ആരാണ്? കടലിനടിയിൽ എന്ത് ചെയ്യുമായിരുന്നു നീ? സീ പ്രാന്ത് ഞാൻ കേട്ടിട്ടുണ്ട്. സീ പൂച്ച ആദ്യമായിട്ട് കാണുക ഞാൻ. എന്റെ കൂട്ടുകാരനായ ഷാർക്ക് അവിടെ. ഇതാണ് നിന്റെ കൂട്ടുകാരൻ ഹണി ഷാർക്ക് പൂച്ച. കൂടാതെ ഞങ്ങളും ഷാർക്കല്ല. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാനും എന്റെ ഡ്രസ് ഒന്ന് മാറ്റി നോക്കട്ടെ. കാരണം ഇനി ഞാനും ഒരു പൂച്ചാണെന്ന് അറിയില്ലല്ലോ. അയ്യോ അയ്യോ, ഊരിപ്പോ. അയ്യോ, ഭാഗ്യം ഞാൻ പൂച്ചയല്ല. ഒന്ന് പെട്ടെന്നാവട്ടെ ഹണി. ഞാൻ ചെയ്യുന്നത് കണ്ടില്ലേ? ഇനി ഇതുപോലെ വേർക്കുന്ന പണികൾക്കൊന്നും എന്നെ വെറുതെ വിളിച്ചേക്കരുത്. എന്ത് വൃത്തിയായിട്ട സ്കൂട്ടർ ആയത്. എത്ര കിക്കർ അടിച്ചിട്ട് സ്റ്റാർട്ട് ആവുന്നില്ല. ഡോക്ടർ എന്തിനാ വഴിയിൽ വന്ന് നിന്നത്? ഞാൻ ഇടിച്ചു വീണത് കണ്ടില്ലേ? ഇവിടെ വരൂ. ഞാൻ എന്റെ കണ്ണിന്റെ പ്രൊജക്ടർ കൊണ്ട് നിന്റെ ഈ വെളിയിലുള്ള ഫിലിം കണ്ടുകൊണ്ടിരിക്കുകയാണ്. രാവിലെ എന്തിനാണ് ഈ കുതിരപ്പുറത്ത് കയറി വെറുതെ ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ കുതിരപ്പുറത്ത് പോകുന്നതാണോ നിങ്ങൾ കണ്ടത്? സൂര്യൻ അസ്തമിക്കുന്നത് പടിഞ്ഞാറാണ്. ഡോക്ടർ ബാലു ചോദിക്കുന്നത് നീ എന്തിനാണ് ഇത്ര വെപ്രാളപ്പെടുന്നതാണ്? അതെനിക്ക് പറഞ്ഞൂടാ. സങ്കടമെന്ന കടലിൽ നിന്നും സന്തോഷത്തിന്റെ മുത്തുകൾ വാരുന്നത് ആരാണ്? അവനാണ് യഥാർത്ഥ ഭാഗ്യശാലി. ആ പറഞ്ഞത് ശരിയാണ്. വീട്ടിൽ വരാറുണ്ട് റിലേറ്റീവ്. ഹണി ഓൾവേസ് തിങ്ക് പോസിറ്റീവ്. എത്ര ബുദ്ധിമുട്ടുകൾ വന്നാലും മനുഷ്യരായാൽ അതെല്ലാം പുഞ്ചിരിച്ചുകൊണ്ട് നേരിടണം, പുഞ്ചിരിച്ചുകൊണ്ട് നേരിടണം, പുഞ്ചിരിച്ചുകൊണ്ട് നേരിടണം. നന്നായിട്ടുണ്ട് കുട്ടികളെ. അങ്ങനെ തന്നെ. മിസ് കാർക്കർ, മിസ് കാർക്കർ. ഹായ് ഖലസ. ഖന സാർ, ഇങ്ങനെ മറ്റൊരാൾക്ക് മധുരം കൊടുക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. മിസ് കാർക്കർ, ഞാൻ നേരെ ചൊവ്വേ മധുരം തരാൻ വന്നതാ. പക്ഷെ ഈ ഹണിയെ പിടിക്കാൻ വേണ്ടി അടുത്തേക്ക് വന്നപ്പോഴേക്കും ഞാൻ വന്ന വഴി വളഞ്ഞങ്ങ് പോയി. പക്ഷെ കന്ന സാറേ, എനിക്കൊരു ഒറ്റ ലഡു പോലും കിട്ടിയിട്ടില്ല. പക്ഷേ കണ്ണ സാറേ, സാർ എന്തിനാണ് മധുരം നൽകുന്നത്? എന്റെ വലിയൊരു പ്രോബ്ലത്തിന് ഇപ്പൊ സൊല്യൂഷൻ കിട്ടിയിരിക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ എനിക്ക് പ്രൊമോഷൻ കിട്ടിയിരിക്കുകയാണ്.
എന്തൊരു വൃത്തികെട്ട കോസ്റ്റ്യൂം ഇട്ടിരിക്കുന്ന എന്റെ വെല്ലുവിളിയാ. പാർട്ടി കഴിഞ്ഞിട്ട് 1/2 മണിക്കൂറായി, പക്ഷെ ഇതുവരെ നിന്റെ കോസ്റ്റ്യൂം അഴിക്കാൻ പറ്റിയിട്ടില്ല. അതെ, ഭയങ്കര പാടാ ഇത് അഴിക്കാൻ. ഇതിന്റെ സിബും കേടായിരിക്കുമായിരുന്നു. സിബ് കേടായെങ്കിൽ പിന്നെ എങ്ങനെ ഇത് പൂട്ടിയത്? സിബ് കേടായി പോയതുകൊണ്ട് ഞാനിത് മൊത്തം പശ കൊണ്ട് ഒട്ടിച്ചു വെച്ചു. എന്താന്ന് പശ കൊണ്ട് ഒട്ടിച്ചെന്നോ? പശ കൊണ്ട് ഒട്ടിച്ച കാര്യം നിനക്ക് നേരത്തെ തന്നെ പറയാമായിരുന്നില്ലേ കഴുതേ? നിക്ക്, എന്റെ ചുണ്ടുകൊണ്ട് ഇവന്റെ കോസ്റ്റ്യൂം കൊത്തി കീറാ ഞാൻ. ഞങ്ങള് സഹായിക്കാൻ ശ്രമിക്കുമ്പോ അടിക്കുന്നോ? സോറി കൊച്ചളിയ, സോറി. അയ്യോ സോറി, ഇതില് എന്റെ ഒരു കയ്യും ഇല്ല. കയ്യില്ലെങ്കിൽ പിന്നെ വേറെന്താ ഉള്ളത്? ചിറക് മാത്രമേ ഉള്ളത്. കൂട്ടുകാരെ, ആ ഷാർക്കാലിന്റെ ഗെയിം കൂടുതൽ അപകടത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഐഡിയ, ഷാർക്കാലിന്റെ കയ്യിൽ നിന്ന് ഹണിയെ രക്ഷിക്കണമെങ്കിൽ നമ്മൾ ഷാർക്കായി മാറണം. ആ, ഏ. വേണ്ട. ഹണി, വേഗം വാ, ഇവിടുന്ന് പോകാം. വാ. ഒരു ഷാർക്കിന്റെ ഏരിയയിൽ നിന്ന് മാറി ഞാൻ മറ്റൊരു ഷാർക്കിന്റെ ഏരിയയിലോട്ട് പോണെന്നാണ് പറയുന്നത്. ഞാൻ അത്ര മണ്ടനൊന്നും അല്ല. എടാ കഴുതേ, അതെ, ഞാൻ കഴുതയാണ്. പക്ഷെ ആ കാര്യം നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായത്? നിങ്ങളെല്ലാരും വെള്ളത്തിലൂടെ പോയിക്കോ. എന്റെ കൂട്ടുകാരെ ഇവിടെ എവിടെയോ ഉണ്ട്. എന്നെ രക്ഷിക്കാൻ അവർ അധികം വൈകാതെ എത്തും. എന്നാ ഞാൻ പോയിക്കോട്ടെ. ബൈ ബൈ ബൈ. ശരീരം പൂച്ചയുടെയും കോസ്റ്റ്യൂം ഷാർക്കിന്റെയും, തലച്ചോറാണെങ്കിൽ കഴുതയുടെയും. അയ്യോ, ഇത് ഹണി അല്ല, ഇവൻ കംപ്ലീറ്റ് ആയിട്ട് സൂ ആണ്. സംശയമുണ്ടോ? വരൂ കൂട്ടുകാരാ, നമുക്ക് രണ്ടുപേർക്ക് ജിപ്സിയിൽ കളിക്കാം. ഡബിൾ പ്ലെയർ ഗെയിം. പക്ഷെ ഇവിടെ ഒരു ജിപ്സി അല്ലേ ഉള്ളൂ. 2 പ്ലേയേഴ്സ് അപ്പൊ എങ്ങനെ കളിക്കുക? കിട്ടിയല്ലോ നല്ല പണി. അതായത് ഈ ജിപ്സിയുടെ എണ്ണ തീർന്നിരിക്കുകയാണ്. ഞാൻ ഈ ജിപ്സിയിൽ ഇരിക്കാം. താൻ ഈ ജിപ്സിയെ പുറകിൽ നിന്ന് തള്ളി ഈ ബീച്ചിൽ മൊത്തം ഒന്ന് ചുറ്റിക്കണം. അങ്ങനെ ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ ഉണ്ട്. എന്നാ അത് ഗെയിമിന് ശേഷം പറഞ്ഞാ മതി. ഇപ്പൊ കേൾക്കാൻ സമയമില്ല. നീ എന്റെ കൂട്ടുകാരനല്ലേ, വേഗം തള്ളിക്കോ. അല്ലെങ്കിൽ കടലിൽ കൊണ്ടുപോയി അമ്മയെ കൊണ്ട് വഴക്ക് പറയിപ്പിക്കും ഞാൻ. അയ്യോ വേണ്ട, എന്നെ വെള്ളത്തിനകത്തേക്ക് കൊണ്ടുപോകണ്ട പ്ലീസ്. അയ്യോ എന്റെ അമ്മോ, ഈ വണ്ടി നിനക്ക് ഓടിക്കാനായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ എന്നെ കൊണ്ട് വെറുതെ തള്ളിച്ചത്? 2+ ഗെയിം അല്ലേ, അതുകൊണ്ട് കൂടുതൽ രസം എനിക്ക് കിട്ടിക്കോട്ടെ എന്ന് കരുതിയാ. കൂടുതൽ വേഗത്തിനോട് കൂട്ടുകാരാ, കൂടുതൽ വേഗത്തിൽ. ഷാർക്കാലിന്റെ ഏരിയയിലേക്ക് നിങ്ങൾ ആരെയും സ്വാഗതം ചെയ്യുന്നില്ല. താങ്ക് യു. ഇനി ഞങ്ങളുടെ കൂട്ടുകാരനെ വെറുതെ വിട്ടേക്ക്. ആകാശത്ത് കൂടി പറക്കുന്ന പോപ്പറ്റിനും കടലിൽ ജീവിക്കുന്ന സ്രാവിനും കൂട്ടുകാരാവാൻ സാധിക്കില്ല. നീ തെറ്റിദ്ധരിച്ചിരിക്കുക. ഇത് ഷാർക്കല്ല, എന്റെ വല്യളിനാണ്. നീ ഷാർക്കാന്ന് വിചാരിക്കുന്ന ഇവൻ പൂച്ചയാണ്, പൂച്ച. ഇത് ഞാൻ വിശ്വസിക്കില്ല. എന്റെ ചിറകിൽ എവിടെയെങ്കിലും നിങ്ങൾ ഇടിയറ്റ് എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? പെയിന്റിംഗ് കൊണ്ടുള്ള ഗെയിം കളിച്ചപ്പോ ഞാനാ അങ്ങനെ എഴുതി വെച്ചത്. അപ്പൊ ഇടിയേറ്റ് ചേട്ടാ, ഞങ്ങൾ ഇവനെ കൊണ്ടുപോവാണ്. വേണ്ട, ഇതെന്റെ കൂട്ടുകാരനാണ്. മാത്രമല്ല ഇവനൊരു ഷാർക്കാണെന്ന് എനിക്ക് തെളിയിക്കാൻ കഴിയും. നിനക്ക് ദാഹമുള്ളപ്പോൾ നീ എന്താണ് കുടിക്കാറുള്ളത്? വെള്ളം. കുളിക്കാൻ നേരത്തെ എന്തിനെ കുറിച്ചാണ് കൂടുതൽ ആലോചിക്കുന്നത്? സോപ്പ്, ബക്കറ്റ്, പിന്നെ വെള്ളം. ഇനി എന്റെ ഊഴമാണ്. നിനക്ക് കഴിക്കാൻ എന്താ ഇഷ്ടമുള്ളത്? സമൂസ. അപ്പോൾ അത് കാണുമ്പോൾ വായിൽ എന്താണ് വരുന്നത്? വെള്ളം. That's all, my lord. ഇവന്റെ മനസ്സിൽ എപ്പോഴും വെള്ളം എന്ന ചിന്ത മാത്രമേ ഉള്ളൂ. ഇവനൊരു ഷാർക്കാണ്. ഇനി നിങ്ങൾ പോലും വരും. ഇവിടെ വേഗം സ്ഥലം വിട്ടാ. എന്റെ പ്രിയപ്പെട്ട ഹണി ബണി, എനിക്ക് നന്നായിട്ട് അറിയാം ബെസ്റ്റ് ഫ്രണ്ട് പിരിഞ്ഞു പോയാൽ നിങ്ങൾക്ക് എന്തുമാത്രം വിഷമമുണ്ടാകുമെന്ന്. ഓ
കിറ്റി പോയതുകൊണ്ട് മാഡത്തിന് വിഷമമെന്നാ തോന്നുന്നേ. അല്ല, എനിക്കെന്റെ പഴയ കാലം ഓർമ്മ വരുന്നു. എന്റെ കുട്ടിക്കാലത്തെ ബെസ്റ്റ് ഫ്രണ്ട് ട്രാൻസ്ഫർ ആയി പോയ കാര്യം ഞാൻ ഓർത്തു പോയി. അയ്യോ ഗന്ന സാറേ, കൺട്രോൾ. ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട്, എന്നാലും ഞങ്ങൾ ഇങ്ങനെ കരയില്ല. എന്റെ പിള്ളേരെ, നിങ്ങൾക്ക് ഒരിക്കലും എന്റെ വിഷമം മനസ്സിലാവില്ല. ഞങ്ങൾക്ക് മനസ്സിലാകും. ഞങ്ങളെ എല്ലാരും ദുഃഖിതരാക്കിയിട്ട് ഞങ്ങളുടെ കിറ്റി ഇവിടെ വന്ന് ലല്ലുപുരിയിലേക്ക് പോവുകയാണ്. എന്റെ പിള്ളേരെ, ആരും ഇവിടുന്ന് ലല്ലുപുരിയിലേക്ക് പോകുന്നില്ല. അതെന്താണ്? സാറിന് പ്രൊമോഷൻ കിട്ടിയ സ്ഥലം മാറി വേറെ എങ്ങോട്ടെങ്കിലും ആണോ പോകുന്നത്? വോട്ടെണ്ണിയപ്പോൾ പലരും വെട്ടുനിലയിലാണ് പൊട്ടിയത്. പ്രൊമോഷൻ എനിക്കല്ല, ഗുരുന്ദർ ഖന്നയ്ക്കാണ് കിട്ടിയത്. ആ അടി കൈ. കറിക്ക് തേങ്ങ വാങ്ങാൻ നമ്മൾ ഇനി കടയിൽ പോണോ? എനിക്ക് പ്രൊമോഷൻ കിട്ടാത്തതിൽ നീ സന്തോഷിക്കാണോ? ആ അത് പിന്നെ അതെ അതെ അതെ, അല്ല അല്ലല്ല, അതെ അതെ അതെ. സന്തോഷം വരുന്നുണ്ടോ അതോ ഇല്ലെന്നാ ചോദിച്ചത്. പ്രൊമോഷൻ കിട്ടാത്തതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഇനി കിട്ടുകയാണെങ്കിൽ ഈ നാട്ടിലെ ബാങ്കിലായിരിക്കും സാറിന് പ്രൊമോഷൻ കിട്ടുക. അത് ആലോചിക്കുമ്പോ നല്ല സന്തോഷം തോന്നുന്നു. ഞാൻ ഇപ്പൊ തന്നെ ഹണിയെ കൊണ്ട് ഇങ്ങോട്ട് വരാം. ഹണി വീണിരിക്കുന്നത് സ്രാവിന്റെ ഏരിയയിലാണ് കൂട്ടുകാരെ. അതിനെ ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയാവില്ലേ? അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ പോവാം. വാ പ്ലീസ് പ്ലീസ്. ശരിക്കും പേടിച്ചു പോയി. വാ പോകാം. കണ്ടുപിടിച്ചേ. ഷാർക്കാളിന്റെ ഈ ഏരിയയിലേക്ക് തന്നെ ഞാൻ സുസ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു. പക്ഷെ ഞാനിപ്പോ ഇവിടുന്ന് പോവുകയാണ്. അയ്യോ, അതെന്താ? ഒന്ന് നിക്കാശാനെ, എന്റെ കൂടെ ഒരു ഗെയിം കളിച്ചിട്ട് പോവാന്നേ. ഇവിടെ ഒറ്റയ്ക്ക് ഇന്നുകൊണ്ട് എല്ലാ സിംഗിൾ പ്ലേയേഴ്സിന്റെയും ഗെയിം കളിച്ച് പഠിച്ചിട്ടുണ്ട്. നീയും ഷാർക്ക, ഞാനും ഷാർക്ക. പക്ഷെ നീ കുറച്ച് വിചിത്രമായ ഷാർക്കാണല്ലോ, രണ്ട് മുഖമുള്ള ഷാർക്ക്. എനിവേ, നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് എല്ലാ ഡബിൾ പ്ലേയേഴ്സിന്റെയും ഗെയിം കളിക്കാം. അങ്ങോട്ട്. നോക്ക്, ടയറിന്റെ പാടുകൾ കണ്ടോ? അവർ ഈ കാട്ടുവഴി കൂടാണ് പോയിരിക്കുന്നത്. അതെ, എനിക്കിപ്പോ ഹണിയുടെ മണം കിട്ടുന്നുണ്ട്. വേഗം വാ. അയ്യോ, എന്നെ കിഡ്നാപ്പ് ചെയ്തോ നിങ്ങള്? അതെ, ഇവർ രണ്ടുപേരും പേടിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. ഞങ്ങളെ പേടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഞങ്ങൾ വളരെ അപകടകാരികളാണ്. ഞങ്ങൾ ഈ നാട്ടിലെ ഫേമസ് ആയ കിഡ്നാപ്പേഴ്സ് ആണ്. അറിയോ നിനക്ക്? നമ്മളെ ശരിക്കും നാണം കെടുത്തുന്നുണ്ട്. അതെ പപ്പു, യവനെ നമുക്കൊരു നല്ല പാഠം പഠിപ്പിച്ചേ പറ്റൂ. ഇയാളാണ് പാഠം പഠിപ്പിക്കുന്നത്. ഓഹോ, നിങ്ങൾ കിഡ്നാപ്പ് ആയിരിക്കാണ്, അല്ലാതെ നിങ്ങളെ റിസോർട്ടിൽ ഹോളിഡേ ആഘോഷിക്കാൻ വേണ്ടി കൊണ്ടുവന്നതല്ല. മനസ്സിലായോ? നോക്ക്, നമ്മുടെ ഹണിയെ അറ്റാക്ക് ചെയ്യണവർ. ഞങ്ങളുടെ കൂട്ടുകാരനെ കിഡ്നാപ്പ് ചെയ്ത് അടിക്കുന്നോ? ഇനി നിങ്ങൾ ഞങ്ങളുടെ അടിക്കണ്ടോ?
അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇന്നത്തെ ദിവസം ഹണിയും സ്വന്തമായി ബുദ്ധി ഉപയോഗിച്ചു തുടങ്ങി. സംശയമുണ്ടോ? ഇനി നിന്റെ ഊഴമാണ്. അയ്യോ ഒന്ന് മതിയാക്ക്. നിങ്ങൾക്കറിയോ ഈ ആള് ഞങ്ങളെ ടോർച്ചർ ചെയ്യാണ്. ഞങ്ങൾക്ക് മതിയായി. പേടിപ്പിച്ചാലും ഭീഷണിപ്പെടുത്തിയാലും ഇവൻ ചിരിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ ചിരിച്ചു കഴിഞ്ഞാൽ താൻ കിഡ്നാപ്പ് ചെയ്യുമല്ലേ, കാശ് ചോദിക്കുമല്ലേ? എന്റെ പൊന്നു ചങ്ങാതി, ഞങ്ങൾ കടയിൽ കാശ് അങ്ങോട്ട് തരാം. ഇവനെ ഒന്ന് കൊണ്ടുപോ. ദൈവത്തെ ഓർത്തൊന്ന് കൊണ്ടുപോ. ഇവരോടൊപ്പം നിങ്ങളെ ഞങ്ങൾ കൊണ്ടുപോകും. പോലീസ്. എനിക്ക് വിവരം തന്നതിൽ നന്ദിയുണ്ട് കുട്ടികളെ. ഈ കിഡ്നാപ്പേഴ്സിനെ ഞങ്ങൾ കുറെ ദിവസമായിട്ട് അന്വേഷിക്കുകയായിരുന്നു. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അവരെന്നെ കിഡ്നാപ്പ് ചെയ്തു, പിന്നെ കമ്പിളിയിൽ പൊതിഞ്ഞു കെട്ടി വെച്ചു, ഭീഷണിപ്പെടുത്തി. ഞാൻ കുറെ ഇടി അവർക്ക് കൊടുത്തു. വേറെ കുഴപ്പമൊന്നുമില്ല. ഇതിൽ ചിരിക്കാൻ എന്താണ് കാര്യമുള്ളത്? അതായത് നമ്മുടെ കന്നാ സാറും ഡോക്ടർ ബാലു എന്നോട് പറഞ്ഞിരുന്നു, എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും അതൊക്കെ നമ്മള് ചിരിച്ചോണ്ട് നേടണമെന്നാ പറഞ്ഞത്. എന്റെ അമ്മച്ചി ഇന്ന്